ഗണേഷ്, ഇവിടെ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച ഒരു വളരെ ഗുരുതരമായ ആക്ഷേപം കൂടി ഇന്ന് അൻവർ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൂടി അതിൽ കൊള്ളമുതലിൽ പങ്ക് പറ്റുന്നവരാണോ എന്ന് സംശയം എനിക്കുണ്ട് എന്ന് പി വി അൻവർ പറയുന്നു, ഒരു MLA പറയുന്നു. അതുപോലെ കസ്റ്റംസ് എടുക്കേണ്ട കേസ് പോലീസ് എടുക്കുന്നു, പോലീസ് കേസെടുക്കുമ്പോൾ അത് മോഷണ കേസാക്കി മാറ്റുന്നു, അത് കോടതിയിൽ നിൽക്കില്ല എന്നും പറയുന്നു പി വി അൻവർ. ഇവിടെ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ കസ്റ്റംസ് കൂടി അതിൽ പങ്കാളിയാണ്. കസ്റ്റംസ് ഇത് അറിയുന്നില്ല, പോലീസ് എടുക്കുന്ന കേസ് അറിയുന്നില്ല എന്ന് വരുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? ഒന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവർ ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇരട്ടച്ചങ്കാണെന്ന. ശരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓട്ടച്ചങ്കാണ് എന്ന് തെളിയിക്കപ്പെട്ട ദിവസമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ കൂടി പിന്താങ്ങുന്ന ഒരു MLA, അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് പത്രസമ്മേളനം നടത്തി, വൈകുന്നേരം അതിനെതിരെ പത്രസമ്മേളനം നടത്തുകയാണ്. പറഞ്ഞ ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. മുഖ്യമന്ത്രിയെ ട്രോളുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്, മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഓരോ വാക്കുകളിലും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ ദുരിതാശ്വാസത്തിൽ കൈയിട്ട് വാരിയതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അങ്ങനെ അറിയാതെ പറയുന്ന ആളൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഒരു MLA. ഞാൻ ചോദിക്കട്ടെ, ഈ MLAക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ സാധിക്കുമോ? ഉച്ചയ്ക്ക് ഇപ്പം അജിംസ് ഷിജുഖാനോട് ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഈ കാര്യം പറയുന്നില്ല? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി പാർട്ടി സെക്രട്ടറിക്കുള്ള മറുപടിയാണ്, അല്ല പി വി അൻവറിനുള്ള മറുപടിയല്ല, പാർട്ടി സെക്രട്ടറിക്കുള്ള മറുപടിയാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള പ്രശ്നമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കേരളത്തിൻ്റെ ഒരു MLA, ആ MLA ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചാണ്. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം തന്നെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഗണേശ്, ഒരു കാര്യം ചോദിച്ചോട്ടെ ഗണേശ്, ഈ അൻവർ ഉന്നയിക്കുന്ന ഇതുണ്ടല്ലോ, ചോദ്യം മുന നീളുന്നത് P ശശിയിലേക്കാണ്. അതവിടെ നിൽക്കട്ടെ. ഈ ADGP MR അജിത് കുമാർ ആണ് ഈ പൂരം കലക്കിയതിന് പിന്നിൽ നിന്ന് ഇദ്ദേഹം അൻവർ ആരോപിക്കുന്നുണ്ട്. ഇതേ ADGPയെ കൊണ്ട് തന്നെ ഇതേക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഇത് അല്പം മുമ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് DGP. അത് മുഖ്യമന്ത്രി കൈമാറുകയും ചെയ്യും. ആ അന്വേഷണ റിപ്പോർട്ട് സത്യസന്ധമായിരിക്കുമോ? ഈ അജിത് കുമാറിന് ഈ പൂരം കലക്കിൽ ബന്ധമുണ്ടെന്ന അൻവറിന്റെ ആരോപണത്തെ നിങ്ങൾ പിന്താങ്ങുന്നുണ്ടോ? ഞങ്ങൾ ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉണ്ടായ സമയം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ CPM നേതാക്കന്മാരുടെയും CPI നേതാക്കന്മാരുടെയും പോലീസിൻ്റെയും ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പൂരം കലക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, അത് കഴിഞ്ഞ പൂരം മൂലമൊന്നല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ അനിശ്ചിതത്വം അവിടെ പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ആനയുടെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വലിയ വിഷയം തന്നെയാണ്. അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപമായിരുന്നു ഈ പ്രാവശ്യം പൂരത്തിൽ കണ്ടത്, പോലീസിന്റെ ഇടപെടൽ കണ്ടത്. കാരണം അജിത് കുമാറിന്റെ പങ്കുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ഞാനല്ലല്ലോ. അജിത് കുമാറിന്റെ പങ്കുണ്ടെങ്കിൽ തെളിയിക്കപ്പെടണം. പക്ഷേ ഞങ്ങൾ ഈ ആക്ഷേപം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഉന്നയിച്ചു. ഗണേശ്, അങ്ങനെ ആരോപണ വിധേയനായ ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെ കേസ് അന്വേഷിക്കുന്നതിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പോകുന്നത്. അല്ല, ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അൻവറാണ്, ഞങ്ങളല്ല ഉന്നയിച്ചത്. ഞങ്ങൾ പോലീസിന്റെ പങ്കിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്, പോലീസിന്റെ പങ്കിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് ഞങ്ങൾ ആ നാൾ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പൂരം കലക്കി അൻവർ പറയുന്ന ആ ദിവസം അജിത് കുമാർ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിൽ? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിലെ പോലീസിന് പങ്കുണ്ട്, സർക്കാരിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം. അത് ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത്. അല്ലാതെ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പൂരം കലക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആരോപണത്തോടാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല അങ്ങനെ ആരോപണം വരാനുള്ള കാരണം ഗണേഷ് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടുകൊണ്ടാണ്. അല്ല, ദത്താത്രേയ ഹൊസബലയെ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഒരു പൂരം കലക്കുന്നതിന് വേണ്ടിയിട്ട് RSS പോലെ ഒരു സംഘടനയെ കഴിഞ്ഞ ഒരു വർഷം മുന്നേ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പൂരം ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം കണ്ടാൽ പോരെ. തലേ ദിവസമല്ലല്ലോ കണ്ട്, വർഷങ്ങൾക്ക് മുന്നേ കണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കുറേ ചർച്ച നടത്തി, RSS നേതാക്കന്മാരെ കണ്ടു. ഞാൻ അതിലൊന്നും അല്ല, അതിലും വലിയ നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലേക്ക് എപ്പോഴും പോകുന്നത്, അതൊക്കെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട്. നിങ്ങൾ തന്നെ പറയുന്നു P ശശിയുടെയും മുഖ്യമന്ത്രിയുടെയും ആജ്ഞാനുവർത്തിയാണ് ഈ അജിത് കുമാർ എന്ന്. അങ്ങനെ ആജ്ഞാനുവർത്തിയായ ഒരാൾ അവരുടെ പൊളിറ്റിക്കൽ റൈവലായി നിങ്ങളെ വന്ന് കാണുന്നതിൽ നിങ്ങൾക്കൊരു അസ്വാഭാവികതയില്ലേ? എന്ത് കാര്യം? ഞങ്ങൾ വേണമെങ്കിൽ പിണറായി വിജയൻ വരട്ടെ, കാണാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കാണാതെ ഇരിക്കുന്നില്ല. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അങ്ങനെ തൊട്ടുകൂടായ്മയോ
കണ്ടുകൂടായ്മയുള്ള ആളുകളല്ല. അത് ഇവിടുത്തെ ഇടതുപക്ഷ ആളുകൾക്കും മറ്റു കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകർക്കും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ എല്ലാവരെയും കാണും, എല്ലാവരെയും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യും. നിങ്ങൾ കോൺഗ്രസ്സുകാരെയും കാണാറുണ്ടോ അങ്ങനെ? കാണും. ഞങ്ങൾ കോൺഗ്രസ്സുകാരെ കാണുന്നത് കൊണ്ടാണല്ലോ പല കോൺഗ്രസ്സുകാരും ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അല്ലാതെ വെറുതെ വരുന്നതല്ലോ. അപ്പൊ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കാണുന്നത്. കാണും. ഞങ്ങൾ സ്വാഭാവികമല്ലേ, ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ ഞങ്ങൾ എല്ലാവരെയും കാണും. ഞങ്ങൾ എല്ലാവരോടും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനവും അജിത് കുമാറിനെ കാണുന്നത് ആ ലക്ഷ്യത്തോടെയാണോ? അല്ല, അജിത് കുമാറിനെ ഞങ്ങൾ അങ്ങോട്ടല്ല കണ്ടത്. അജിത് കുമാർ ഇങ്ങോട്ട് വന്നു കണ്ടു എന്നാണ് പറയുന്നത്. അല്ലാതെ അജിത് കുമാറിനെ അങ്ങോട്ട് പോയിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങോട്ട് പോയി കാണേണ്ട ആൾക്കാരാണെന്ന് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി കാണും. ഞങ്ങൾ അതിനൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ അജിം സാഹിബ്, നിങ്ങൾ ഇതിനെ ചെറുതാക്കരുത് ഈ ചർച്ചയെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്